ഇവിടെ PMC പദ്ധതി ദേശീയ വിദ്യാഭ്യാസ നടപ്പാക്കൽ തുടങ്ങിയ CPIയുടെ കണ്ണ് കെട്ടി സിപിയുടെ മാത്രമല്ല കേരളം ആരും അറിയാതെ കണ്ണ് കെട്ടി നടത്തിയ ഓപ്പറേഷൻ ആ ഒപ്പിടലിൽ CPIയുടെ കടുത്ത അമർഷം ഇപ്പോൾ തുടരുകയാണ്. മുഖ്യമന്ത്രി വിളിച്ചിട്ട് അനുനയപ്പെടുന്നില്ല. ഇന്നലെ മിനിഞ്ഞാന്ന് വിദ്യാഭ്യാസ മന്ത്രി വിനോദ് വിശ്വത്തെ പോയി കണ്ടിട്ടൊന്നും അതിൽ അനുനയപ്പെടാൻ CPI അങ്ങനെ നിൽക്കുകയാണ്. CPIയുടെ നിർണായക എക്സിക്യൂട്ടീവ് യോഗം ആലപ്പുഴയിൽ ചേരാൻ പോകുന്നുണ്ട്. CPMന്റെ സെക്രട്ടറി യോഗം ചേരുന്നു. ഇപ്പോൾ വരുന്ന വാർത്ത CPM സംസ്ഥാന സെക്രട്ടറി യോഗത്തിന് ശേഷം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താ സമ്മേളനം വിളിച്ച് പ്രതികരിക്കും. മുഖ്യമന്ത്രിയും സജി ചെറിയാനും ആലപ്പുഴയിലേക്ക് പുറപ്പെട്ടു എന്നൊരു വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. വയലാറിൽ വൈകിട്ട് 5 മണിക്ക് മുഖ്യമന്ത്രി വിനോദ് വിശ്വം ഒരേ വേദി പങ്കിടുന്നുണ്ട്. അതിനു മുമ്പ് പ്രശ്നപരിഹാരത്തിന് സാധ്യത എന്നാണ് പറയുന്നത്. മനീഷ് മഹിപാൽ ചേരുന്നു. മനീഷ്, കഴിഞ്ഞ ദിവസം പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താ സമ്മേളനം വിളിച്ച് ചേർന്ന് നമ്മൾ കേട്ടതാണ്. അദ്ദേഹം പ്രത്യക്ഷമായി തന്നെ പറയുന്നത് LDF സർക്കാർ എന്ന് പറയുന്നത് LDF നയം നടപ്പാക്കാൻ കഴിയില്ല, അതിന് പരിമിതി ഉണ്ട് എന്നുള്ളതാണ്. അതിനപ്പുറം എന്താണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പാർട്ടി സെക്രട്ടറിക്ക് പറയാനുണ്ടാവുക? അത് പരമാവധിയല്ലേ മനീഷ്? ആഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറിക്ക് പല പരിമിതികളുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി തീരുമാനിച്ച് ഉറപ്പിച്ച് നിലപാടെടുത്ത് ഒപ്പിട്ട ഒരു പദ്ധതിയാണ് PM ശ്രീ പദ്ധതി. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും പിന്നോട്ടില്ല എന്ന നിലപാട് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ദിവസം ചേർന്ന് ഈ പദ്ധതിയിൽ ഒപ്പിട്ട ശേഷം മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ മുഖ്യമന്ത്രി വിദേശത്തായിരുന്ന സമയത്ത് ഒരു CPMന്റെ സെക്രട്ടേറിയറ്റ് ചേർന്നിരുന്നു. അതിൽ ഇത് ക്യാബിനറ്റിലോ ഇതിനു മുൻപും ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടി ഫോറത്തിലോ ചർച്ച ചെയ്യാതെ തന്നെ സെക്രട്ടേറിയറ്റിലെ വിഷയം വന്ന ശേഷം പിന്നീട് അതിനെ അംഗീകരിച്ചുകൊണ്ട് CPM സെക്രട്ടേറിയറ്റ് വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്ന് എങ്ങനെ CPI അനുനയിപ്പിക്കും, ഇതുമായി ബന്ധപ്പെട്ട പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ചില ഫോർമുലകൾ മുന്നോട്ട് വെക്കാനാണ് CPM ഇന്നത്തെ സെക്രട്ടേറിയറ്റിൽ എടുക്കുന്ന തീരുമാനമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുമായി ബന്ധപ്പെട്ട അതായത് നിലവിൽ ഈ പദ്ധതി കേരളം നടപ്പിലാക്കും. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട സിലബസ് അടക്കമുള്ള പാഠ്യപദ്ധതിയുടെ എങ്ങനെ നടപ്പിലാക്കണമെന്ന കാര്യം നേരത്തെ തന്നെ കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ സെക്രട്ടറി പറഞ്ഞതുപോലെ ആ ഒരു വിഷയം പിടിവള്ളിയാക്കിക്കൊണ്ട്, അതായത് ഇത് നടപ്പിലാക്കുന്നത് കേന്ദ്രത്തിന്റെ നയമാണെങ്കിൽ കൂടി സിലബസ് അടക്കമുള്ള കാര്യങ്ങളിൽ കേരളത്തിന് തീരുമാനിക്കുക, അത്തരം കാര്യങ്ങളിൽ കേന്ദ്ര നിർബന്ധ ബുദ്ധി ഉണ്ടാകുകയില്ല എന്ന കാര്യം CPI അംഗീകരിക്കുകയാണെങ്കിൽ ആ പദ്ധതി നടപ്പിലാക്കുക. പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഒരു മേൽനോട്ട സമിതിയെ സർക്കാർ കൊണ്ടുവരും. ആ മേൽനോട്ട സമിതിയായിരിക്കും മുഴുവൻ കാര്യങ്ങൾ, ഈ PM ശ്രീ പദ്ധതിയെ ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ആ മേൽനോട്ട സമിതി പരിശോധിച്ച് അതിന്റെ ഫെഡറലിസവും അതിന്റെ മതേതര സ്വഭാവവും നഷ്ടപ്പെടുന്നില്ല, കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന സിലബസിൽ അടക്കം മാറ്റം വരുന്നില്ല, കേന്ദ്രത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള വർഗീയ നിലപാടുകൾ അതിലേക്ക് വരുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ ഒരു മേൽനോട്ട സമിതിയെ കൊണ്ടുവരാം. ഒപ്പം തന്നെ അടുത്ത LDF യോഗത്തിൽ ഇത് ചർച്ച ചെയ്യാം, ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കാം. ഇന്ന് ചേരുന്ന വൈകിട്ട് വയലാറിൽ ചേരുന്ന യോഗത്തിൽ വെച്ച് പുന്നപ്ര വയലാർ വാരചരണത്തിലെ യോഗത്തിൽ വെച്ചത് വിനയ വിശുദ്ധൻ അതിനു മുൻപേ തന്നെ ധരിപ്പിച്ച ശേഷം ഒരുമിച്ച് ഒരേ വേദി പങ്കിട്ട് ഈ വിഷയം ഈ PM ശ്രീ വിവാദവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ ഇന്ന് തന്നെ തീരുമാനമെടുക്കുകയാണ്. നമുക്കറിയാം അടുത്ത മാസം ആദ്യ വാരമോ രണ്ടാം വാരമോ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നു. അതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പാർട്ടിക്ക് കടക്കാനുണ്ട്. ഏറ്റവും വലിയ ഭഗീരഥ പ്രയത്നം എന്നതിൽ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ ഒരു വിവാദം ഒഴിവാക്കേണ്ട ആവശ്യമെന്ന രീതിയിൽ CPM അതിനെ മുന്നോട്ട് കാണും. ഒപ്പം തന്നെ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പല വകുപ്പുകളും പല മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരമില്ലാതെ നേരത്തെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിന് പുറമെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഒപ്പം തന്നെ കാർഷിക വകുപ്പൊക്കെ തന്നെ കേന്ദ്ര ഫണ്ട് വാങ്ങിച്ചിരുന്നു. ആ രീതിയിലാണ് മന്ത്രി V ശിവൻകുട്ടി അതിനെ നോക്കിക്കണ്ടത്. പക്ഷേ അതിന് സാങ്കേതികമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനാണ് മേൽനോട്ട സമിതി. അതുകൊണ്ട് തന്നെ കേരളം അല്ലെങ്കിൽ CPIM LDF അതിന്റെ CPIയുടെ പ്രശ്നം ഇത് ഫണ്ട് വാങ്ങൽ നടപ്പാക്കൽ സിലബസ് നടപ്പാക്കുമോ എന്നതിലൊക്കെ ഉപരി ഇത് ആരും അറിയാതെ അസാധാരണ ഹേസ്റ്റ് എന്നാണ്, അൺഡ്യൂ ഹേസ്റ്റ് സാധാരണ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അൺയൂഷ്വൽ ഹേസ്റ്റ് എന്ന വാക്കാണ് ബിനോയ് വിശ്വം ഉപയോഗിച്ചത്. അപ്പോൾ അസാധാരണമായി തിടുക്കമെന്തിനായിരുന്നു എന്ന പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുകയാണ് CPI. ബൽറാം നെടുങ്ങാട് വിളിച്ചിരുന്നു. ബൽറാം, ഇതിലെ പ്രശ്നം CPM ജനറൽ സെക്രട്ടറി MA ബേബി ഈ കരാർ ഒപ്പിടുന്നതിന് 3 നാൾ മുൻപ് അദ്ദേഹം പറഞ്ഞത് ഇത് LDF നയമല്ല, നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, LDFൽ വിശദമായി ചർച്ച ചെയ്യും. അദ്ദേഹം അത് പറയുമ്പോൾ ഏതാണ്ട് ഇതിൽ പേപ്പറൊക്കെ റെഡിയായിരിക്കും എന്നാണ് പിന്നീട് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഒന്നുകിൽ നമുക്കറിയാം എന്താ അതിൽ മനസ്സിലാക്കേണ്ടത് CPM ജനറൽ സെക്രട്ടറി പോലും ഈ കരാറിനെ പറ്റി അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അറിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടി പ്രവർത്തകരെയും കേരളത്തെയും പച്ചയ്ക്ക് പറഞ്ഞ് പറ്റിക്കും എന്ന് കരുതുക അസാധ്യമാണല്ലോ. അപ്പോൾ MA ബേബി തന്നെ അറിയാത്തൊരു വിഷയമാണ്. MA ബേബി അറിയാത്ത വിഷയം CPI അറിയുമോ? അപ്പോൾ ഈ കേന്ദ്രത്തിന്റെ ഇരു പാർട്ടികളുടെയും തലപ്പത്തുള്ള ധർമ്മസങ്കടം എങ്ങനെയാണ് ബൽറാം? ഹാഷ്മി, കഴിഞ്ഞ 3 ദിവസമായി ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അത് ഇടത് രാഷ്ട്രീയത്തിൽ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും തുടർച്ചയായി ചർച്ച ചെയ്യപ്പെടുകയാണ്. അപ്പോഴും ഒരു കാര്യം എന്നുള്ളത് CPMന്റെ കേന്ദ്ര നേതൃത്വം, അതായത് പോളിറ്റ് ബ്യൂറോ, അവൈലബിൾ പോളിറ്റ് ബ്യൂറോ എന്നിവയിൽ ഈ വിഷയം ഇതുവരെയും ചർച്ചയ്ക്ക് വന്നിട്ടില്ല എന്നാണ് നേതാക്കളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിവാദം ഉയരുന്ന ദിവസങ്ങളിലും മറ്റും ജനറൽ സെക്രട്ടറി MA ബേബി ഡൽഹിയിൽ ഉണ്ടായിരുന്നില്ല. 1-2 PB അംഗങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്.
ചെയ്യുന്നത്. ഇന്ന് ചേരുന്ന അവൈലബിൾ പോൾ ബ്യൂറോ യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം നേതാക്കൾ അറിയിച്ചിരുന്നത്. എന്നാൽ ഇന്നലെ വൈകിട്ട് മുഖ്യമന്ത്രി എത്തിയതിന് പിന്നാലെയാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് യോഗം ചേരാൻ തീരുമാനിച്ചതും ജനറൽ സെക്രട്ടറി എം എ ബേബി കേരളത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉച്ചയോടെ ആയിരിക്കും ഇന്ന് ഓൺലൈൻ യോഗം അവൈലബിൾ പോൾ ബ്യൂറോ യോഗം ചേരുകയാണെങ്കിലും അത് ഓൺലൈനായാകും ചേരുക. ഈ വിഷയം സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നേതാക്കളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ഇതിൽ ഹാഷ്മി സൂചിപ്പിച്ച പോലെ ജനറൽ സെക്രട്ടറി എം എ ബേബിയോ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമോ പോലോ ഇക്കാര്യത്തിൽ ധാരണയില്ലായിരുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഈ ചോദ്യം ജനറൽ സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ആ ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായിരുന്നത് എന്നതിൽ തന്നെ അത് വ്യക്തവുമാണ്. 21-നാണ് എം എ ബേബി ഇത് കേരളത്തിൽ നടപ്പാവില്ല എന്ന് പ്രഖ്യാപിക്കുന്നതും LDF-ൽ ചർച്ച ചെയ്യുമെന്ന് മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തത്. എന്നാൽ അതിന് തൊട്ടു പിന്നാലെയാണ് അത് ഒപ്പുവെച്ച് കഴിഞ്ഞു ധാരണാപത്രത്തിൽ എന്ന വാർത്ത പുറത്തു വന്നതും. അതേസമയം ഈ വിഷയത്തിൽ എം എ ബേബിയുമായി CPI ജനറൽ സെക്രട്ടറി ഡി രാജ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. CPIക്ക് ഇപ്പോഴും മുന്നോട്ട് വെക്കാനുള്ളത് ഒറ്റ കാര്യമാണ്, ഒരു ഉപാധി മാത്രമാണ്. അത് ഈ ധാരണാപത്രത്തിൽ നിന്നും പിന്മാറുക എന്നുള്ളതാണ്. അത് ഇടത് നയത്തിന് എതിരാണ് ഈ PM ശ്രീ പദ്ധതി അല്ലെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയം എന്നാണ് CPI വ്യക്തമാക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും സാങ്കേതികമായ വിശദീകരണം കൊണ്ട് തൃപ്തിപ്പെടാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിലും CPI തയ്യാറല്ല. ഇക്കാര്യം തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെയും നിലപാട്. ഇന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന ശേഷം ദേശീയ നേതൃത്വവുമായി ആലോചിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക. ഡൽഹിയെ CPIM-നെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഇന്ന് ചർച്ചകൾ ഡൽഹിയേക്കാളേറെ കേരളത്തിൽ തന്നെയാണ്. ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ കേരളത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അവൈലബിൾ പോൾ ബ്യൂറോ യോഗം ഉൾപ്പെടെ ഓൺലൈനായി ചേർന്നാൽ പോലും ഇക്കാര്യത്തിൽ ഒരു അന്തിമ ധാരണ കേരളത്തിൽ വെച്ച് തന്നെ ആയിരിക്കും ഉണ്ടാവുക. CPI കടുത്ത തീരുമാനത്തിലേക്ക് പോവുകയാണെങ്കിലും ആ തീരുമാനമെടുത്ത് ദേശീയ നേതൃത്വത്തെ അറിയിക്കും. ഇന്നത്തോടെ തന്നെ ഈ വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടാകും എന്ന പ്രതീക്ഷ തന്നെയാണ് CPIയുടെ കേന്ദ്ര നേതാക്കളും പങ്കുവയ്ക്കുന്നത്. ഹാഷ്മി, പി ദിലീപ് കുമാർ കൂടി ചെയ്യുന്ന ന്യൂസ് ഡെസ്കിലും. ദിലീപ്, ഇതിൽ CPM അല്ല മുഖ്യമന്ത്രി അല്ലെങ്കിൽ CPM-ന് CPI അറിയിക്കാനുള്ളത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നമ്മളുടെ കയ്യിൽ 5 നയാ പൈസ ഇല്ല. ആ നയാ പൈസ ഇല്ലാതിരിക്കുമ്പോൾ ഏതെങ്കിലും നയം പിടിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ആ പണം കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ നയം ബലികഴിച്ചു, പണം വാങ്ങി. അതുകൊണ്ട് ദയവേത് നിങ്ങൾ സഹകരിക്കണം എന്ന് മാത്രമേ CPM-ന് CPI-യോട് പറയാനുള്ളൂ. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതല്ല. ഇവിടുത്തെ പ്രശ്നം അങ്ങനെ നയം ബലികഴിക്കാനാണെങ്കിൽ കൂടിയും അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ കൂടിയും ഇത് ഞങ്ങളോട് പറയാമായിരുന്നല്ലോ. ഇത് ഞങ്ങളെ മന്ത്രിസഭയിലടക്കം അവഹേളിതരാക്കി, ഞങ്ങളുടെ മുഖം നഷ്ടപ്പെടുത്തി നിങ്ങൾ പോയി ഒപ്പിട്ടു. എന്തിനായിരുന്നു അത് എന്ന നിർണായകമായ ചോദ്യത്തിന് മറുപടി വേണം CPIക്ക്. ആ മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാവോ? ഏറ്റവും ഒടുവിൽ മറ്റ് പല കാര്യങ്ങൾ ഇല്ലാതാക്കിയതുപോലെ അല്ലെങ്കിൽ അനുനയപ്പെട്ടതുപോലെ ഇക്കാര്യങ്ങളും CPI സ്വാഭാവികമായി അനുനയപ്പെടും എന്ന് തന്നെ കരുതണോ ദിലീപ്? ഹാഷ്മി, കാത്തിരിക്കുകയാണ് കേരളം. CPIയുടെ തീരുമാനം എന്താണെന്നറിയാൻ. CPI എക്സിക്യൂട്ടീവ് ഈ വിഷയത്തിൽ എന്തു തീരുമാനം എടുക്കുന്നു എന്നത് ഏറ്റവും നിർണായകമായ കാര്യമാണ്. ഇപ്പോഴും കടുത്ത പിടിവാശിയിൽ തന്നെയാണ് CPI. നേരത്തെ ഹാഷ്മി ചോദിച്ചതുപോലെ തന്നെ പണമാണോ പ്രധാനപ്പെട്ട പ്രശ്നം അതോ നയമാണോ പ്രശ്നം എന്നതാണ് ഈ സമയത്തുയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ കേന്ദ്ര ഫണ്ടിന് വേണ്ടിയാണ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് എന്നാണ് CPIM-ഉം വിദ്യാഭ്യാസ വകുപ്പും ഒക്കെ ന്യായീകരിക്കുന്നത്. പക്ഷേ അങ്ങനെ ഈ പണത്തിന് വേണ്ടി മാത്രമാണോ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ നയത്തിൻ്റെ കാര്യത്തിൽ, വിദ്യാഭ്യാസവും പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ നയപരമായ തീരുമാനമല്ലേ വേണ്ടത്? അത് മന്ത്രിസഭയിലോ മുന്നണിയിലോ ഈ വിഷയം ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായൊരു തീരുമാനം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി, CPIM-ന്റെ ഭാഗത്തു നിന്നുണ്ടായി. അത് മുന്നണി മര്യാദയുടെ ലംഘനമാണ്, കൂട്ടുത്തരവാദിത്വത്തിൻ്റെ ലംഘനമാണെന്നാണ് CPI പറയുന്നത്. ഇതെന്തു സർക്കാരെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ചോദിക്കുന്നതിലേക്ക് വരെ ഈ കാര്യങ്ങളെത്തി. പക്ഷേ അങ്ങനെ CPI ഉന്നയിച്ചിട്ടുള്ള ആ ആവശ്യത്തിൽ അവർ ശക്തിയായി തന്നെ നിൽക്കുകയാണോ അതോ നേരത്തെ പല വിഷയങ്ങളിലും, അത് ബ്രൂവറി വിഷയമാകട്ടെ, ADGP MR അജിത് കുമാറിൻ്റെ വിഷയമാകട്ടെ, അങ്ങനെ മുൻപ് പല വിഷയങ്ങളിലും CPIM-ന്റെ തീരുമാനത്തിന് അവസാന സമയം വഴങ്ങേണ്ടി വന്ന അനുഭവം CPI നേതൃത്വത്തിനുണ്ട്. അത്തരം ഒരു നിലപാടിൻ്റെ ആവർത്തനമായിരിക്കുമോ ഇത്തവണ ഉണ്ടാവുക എന്നത് അറിയേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ കേരളത്തിൻ്റെ കണ്ണും കാതും CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് നടക്കുന്ന ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലേക്കാണ്. തനേഷ് തമ്പി കൂടി ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്നും. തനേഷ്, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ദേശീയ വിദ്യാഭ്യാസ നയം രാജ്യത്തിന് തന്നെ അപകടകരമാണ് എന്നുള്ളതാണ്. രാജ്യത്തെ ചരിത്രം തിരുത്തി തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് SFI അതിനെ എതിർക്കണം എന്ന് ആഹ്വാനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ
കോഴിക്കോട് നടന്ന SFI ദേശീയ സമ്മേളനത്തിൽ. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇതേ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞുകൊണ്ടിരുന്നത് PMC പദ്ധതി ഒപ്പിടുക എന്ന് പറഞ്ഞാൽ ദേശീയ വിദ്യാഭ്യാസം അംഗീകരിക്കുക എന്നുള്ളതാണ്, അത് RSS അജണ്ടയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒപ്പിട്ടതിന് 3 ദിവസം മുൻപ് ഒപ്പിടാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല എന്ന് പറഞ്ഞത് CPM-ന്റെ ദേശീയ സെക്രട്ടറി ബിനോയ് വിശ്വം ആണ്. ഒപ്പിട്ടതിന് ശേഷം ഇതിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് തന്നെ തുറന്നു പറഞ്ഞ LDF കൺവീനറാണ്. അങ്ങനെ മൊത്തത്തിൽ ദുരൂഹമാണ്. എന്തിനുവേണ്ടി ഒപ്പിട്ടു വന്നാലും ദുരൂഹമാണ്. ആ ദുരൂഹതയ്ക്ക് യഥാർത്ഥത്തിൽ CPI ഉത്തരം തേടുന്നുണ്ടോ, അതോ ഏതെങ്കിലും തരത്തിൽ എങ്ങനെയെങ്കിലും ഈ പറയുന്ന സന്നിഗ്ധ ഘട്ടത്തിൽ നിന്നും ഈ പറയുന്ന ഒരു ഡെഡ് ലോക്കിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു മുഖം നഷ്ടിക്കൽ നടപടി, ഇപ്പോൾ വാസുകിയെ ഒന്ന് പേരിനൊരു സസ്പെൻഷൻ പേപ്പർ കൊടുക്കുക തുടങ്ങിയ നടപടികളിൽ തൃപ്തരാവാൻ ഉദ്ദേശമുണ്ടോ CPIക്ക്? തനേഷ്. ഹാഷ്മി, CPIയെ സംബന്ധിച്ചിടത്തോളം മുൻപ് പല വിഷയങ്ങളിലും രണ്ട് പാർട്ടികൾ എന്നുള്ള നിലയിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അഭിപ്രായങ്ങളൊക്കെ ആ ഘട്ടത്തിൽ പറഞ്ഞു പോയിട്ടുള്ളതാണ്. അത് ചർച്ച ചെയ്ത് പരിഹരിക്കുകയോ അല്ലെങ്കിൽ CPIന് വഴങ്ങുന്നു എന്ന രീതിയിൽ തന്നെ അത് പിന്നീട് വ്യാഖ്യാനിക്കപ്പെടുകയോ ഒക്കെ ചെയ്യുന്നത് നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ വളരെ കൃത്യമായി CPI ഒരു നിലപാട് സ്വീകരിക്കുന്നു. PM ശ്രീ പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറണം എന്നുള്ളതാണ്. പിന്മാറാതെ മറ്റൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ളതാണ്. ഇതുവരെ, അതായത് അല്പസമയത്തിനകം ഞാനിപ്പോൾ നിൽക്കുന്ന ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ആരംഭിക്കും. ആ യോഗത്തിൽ മുൻപ് വരെ അത്തരത്തിലുള്ളൊരു നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്നുള്ളതാണ് നേതാക്കൾ തന്നെ പറയുന്നത്. അതുകൊണ്ട് ആ ഒരു വികാരം, ആ ഒരു പൊതുവികാരം CPIക്കകത്തുണ്ട് എന്നുള്ളതാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക. എല്ലാ നേതാക്കളും, അതായത് കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ 4 മന്ത്രിമാരും രാജിവെക്കാൻ സന്നദ്ധത അറിയിക്കുകയും രാജിവെച്ച് മാറുന്നതാണ് നല്ലതെന്ന് അഭിപ്രായം ഉയരുകയും ഒക്കെ ചെയ്ത വാർത്ത നമ്മൾ കേട്ടതാണ്. അങ്ങനെയെങ്കിൽ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് മന്ത്രിമാരെ പിൻവലിക്കാം എന്ന ഒരു നിലപാടിലേക്കാണ് ഏറ്റവും ഒടുവിൽ അവർ എത്തിയിരിക്കുന്നത്. പക്ഷേ അത് ഇന്നത്തെ യോഗത്തിൽ, ഈ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ എങ്ങനെയാണ് പുറത്തേക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ആകാംക്ഷ നിറഞ്ഞ കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. തൃശ്ശൂർ പൂരമുണ്ട്, ADGP അജിത് കുമാറിൻ്റെ വിഷയങ്ങളുണ്ട്, അങ്ങനെ നിരവധി വിഷയങ്ങൾ. അതൊക്കെ ഭരണപരമായ കാര്യങ്ങളിലാണ് കൂടുതൽ അത്തരത്തിലുള്ള ഇടയലുകൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഒരു പാർട്ടിയുടെ നയം, ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിനെ നഖശികാന്തം ദേശീയ തലത്തിൽ എതിർക്കുന്ന 2 പാർട്ടികൾ, ആ പാർട്ടികൾ അതേ നയം ഭരണത്തിലിരിക്കുന്ന കേരളത്തിൽ നടപ്പിലാക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നമാണ് CPI ചൂണ്ടിക്കാണിക്കുന്നത്. അത് ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ല. അത് തങ്ങളുടെ നയത്തിൽ വെള്ളം ചേർക്കുന്നതാണ് എന്നുള്ളതാണ് CPI മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ CPI നേതാക്കളെ സന്ദർശിക്കുകയോ അല്ലെങ്കിൽ തിരിച്ച് സന്ദർശനം നടത്തുകയോ അത്തരമുള്ള കൂടിക്കാഴ്ചയിൽ മഞ്ഞുരുകുകയോ ചെയ്യുക എന്നുള്ളതാണ് പതിവ്. പക്ഷേ കഴിഞ്ഞ ദിവസം മന്ത്രി വി ശിവൻകുട്ടി തന്നെ MN സ്മാരകത്തിലെത്തി CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ല. ഒരു പടമെടുത്തതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ള കാര്യം കൃത്യമായി മന്ത്രിയെ അറിയിക്കുക കൂടി ചെയ്തു CPI നേതൃത്വം. ആ ഒരു സാഹചര്യത്തിൽ ഇതൊരു വലിയ സങ്കീർണമായ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. CPIഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും തടയണം. കാരണം LDF-ൽ ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളത് ഇതിനോടൊപ്പം തന്നെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. 2 തവണ മന്ത്രിസഭ പരിഗണിച്ച് മാറ്റിവെച്ചതാണ്. പിന്നീട് ഇത് ഒപ്പിടുന്നതിന് മുമ്പ് മന്ത്രിസഭയിൽ ഒരു കൂടിയാലോചന നടന്നിട്ടില്ല എന്നുള്ളത് CPI മന്ത്രിമാർ തന്നെ തുറന്നു പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് ആരുടെ താല്പര്യം? മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് എന്നുള്ള കാര്യം ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് എന്താണ് ഈ കാര്യത്തിൽ താല്പര്യമുള്ളത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ CPI ഉന്നയിക്കുന്നുണ്ട്. അതിനൊക്കെ കൃത്യമായ ഉത്തരം ലഭിച്ചേ മതിയാകൂ എന്നുള്ളതാണ്. കാരണം അത് ദേശീയ വിദ്യാഭ്യാസ നയം സ്വാഭാവികമായും എതിർക്കുന്നതിനുള്ള ഒന്നാമത്തെ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നത് വർഗീയത ക്യാമ്പസുകളിൽ, സ്കൂളുകളിൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. അതിനെങ്ങനെ CPIഎം വഴങ്ങി, അതിനെങ്ങനെ സംസ്ഥാന സർക്കാർ കൂട്ടുനിന്നു എന്നുള്ള ഒരു ചോദ്യമാണ് CPI ഉന്നയിക്കുന്നത്. അത് CPI നേതാക്കളുടെ ശരീരഭാഷയിൽ തന്നെ രാവിലെ പുന്നപ്ര വയലാർ വാരാഘോഷത്തിൻ്റെ സമാപന ദീപശിഖ പ്രയാണം ആരംഭിക്കുന്നതിന് മുൻപ് ബിനോയ് വിശ്വം മാധ്യമങ്ങളുമായി പ്രതികരിച്ചിരുന്നു. രാഷ്ട്രീയമായി ഏറ്റവും ഉയർന്ന തരത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ബിനോയ് വിശ്വവും രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. ആ നിലയിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഈ ഘട്ടത്തിൽ തയ്യാറല്ല എന്ന് സൂചിപ്പിക്കുകയാണ് CPI. എന്തായാലും വളരെ നിർണായകമായ യോഗം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. നേരത്തെ 10:30-ക്കാണ് പറഞ്ഞിരുന്നത്, ഇപ്പോൾ സമയം അതിക്രമിച്ചിരിക്കുന്നു. സെക്രട്ടേറിയറ്റ് യോഗം പുരോഗമിക്കുന്നുണ്ടാകാം. സെക്രട്ടേറിയറ്റിൽ ഒരു തീരുമാനം എടുത്തതിന് ശേഷമായിരിക്കും സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ആ വിഷയം അവതരിപ്പിക്കുക. ആ വിഷയം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വലിയ വിശദമായ ചർച്ചയ്ക്ക് വിധേയമാക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ വരുന്ന വാർത്ത PMCയിൽ നിന്നും പിന്നോട്ടില്ല എന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനമെന്നുള്ളതാണ്. PMCയുമായി CPI മുന്നോട്ട്. അത് സെക്രട്ടേറിയറ്റിൽ തീരുമാനമാകുന്നതിന് കേരളത്തിന് ഒന്നാകെ ബോധ്യപ്പെട്ട കാര്യമാണ്. കാരണം അല്ലെങ്കിൽ ഇത്രയധികം റിസ്ക് എടുത്ത് പോയ 4-5 വർഷങ്ങളിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി കടുത്ത ഭാഷയിൽ എതിർത്ത ഒരു പദ്ധതിയിൽ ഒപ്പിടുന്ന പിന്നോട്ടേക്ക് പോകാനല്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തായാലും അതിൽ സംസ്ഥാന സെക്രട്ടറി ഒരു തീരുമാനം PMCയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെയാണ്. CPI മുന്നോട്ട് വെക്കുന്ന ഏക പരിഹാര ഫോർമുല തങ്ങളറിയാതെ ഒപ്പിട്ട ഇടതു നയത്തിൽ നിന്ന് പൂർണ്ണമായി വ്യതിചലിച്ച് ഒപ്പിട്ട RSS നയത്തിന് കീഴ്പ്പെടുന്നു എന്ന ആരോപണമുള്ള ആ കരാറിൽ നിന്ന് പിന്നോട്ട് പോവുക എന്നുള്ളതാണ് CPI മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ അങ്ങനെ പിന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് CPI വ്യക്തമാക്കുന്നു. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് അതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉണ്ടാവുന്നത്. PMCയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെ CPI സംസ്ഥാന സെക്രട്ടറി തീരുമാനിക്കുകയാണ്.
ഇനി PM ശ്രീയിൽ നിന്ന് പിന്നോട്ട് പോകാം എന്ന് CPM തീരുമാനിച്ചാലും കഴിയില്ല. കരാർ പ്രകാരം അത് കഴിയില്ല എന്നുള്ളതാണ് കരാറിൽ നിന്ന് വ്യക്തമാവുന്നത്. കരാറിൽ നിന്ന് പിന്മാറാനുള്ള അവകാശം കേന്ദ്രത്തിന് മാത്രമാണ്. അതും എന്താ നോട്ടീസ് കൊടുത്ത് ഈ പറയുന്ന രീതിയിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പിന്നോട്ട് പോകാൻ കേന്ദ്രത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. നമ്മൾ അങ്ങോട്ട് പോയി ഒപ്പിട്ട നമുക്ക് കേരളത്തിൽ ഏതെങ്കിലും സംസ്ഥാനത്തിന് PM ശ്രീയിൽ ഏകപക്ഷീയം പിന്നോട്ട് പോകാൻ കഴിയില്ല എന്ന കാര്യം കരാറിൽ നിന്ന് തന്നെ വ്യക്തമാണ്. CPM സംസ്ഥാന സെക്രട്ടറി തീരുമാനിക്കുന്നു. അത് നടക്കില്ല, PM ശ്രീയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പറയുന്നു. മനീഷ് മഹിബാൽ വിവരങ്ങൾ മറ്റു. മനീഷ്, അപ്പോൾ അത് കേരളത്തോട് പറയുന്നത് കൂടിയല്ല, CPIയോട് കൂടി പറയുകയാണ്, നിങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്നത് പോലെ ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന കൃത്യമായ സന്ദേശം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആലപ്പുഴയിൽ CPI എക്സിക്യൂട്ടീവിന് നൽകുകയാണ്. മനീഷ്. ഹാഷ്മി, ഒട്ടും അതിശയിപ്പിക്കാത്ത വാർത്തയാണ്. കാരണം സ്വാഭാവികമായി തന്നെ അങ്ങനെ തന്നെയുള്ള തീരുമാനം CPMന്റെ സെക്രട്ടേറിയറ്റിൽ എടുക്കാനുള്ള സാധ്യതയുള്ളൂ. കാരണം അത്തരത്തിലുള്ള വിവരങ്ങളാണ്, സ്ഥിരീകരിച്ച വിവരങ്ങളാണ് പുറത്തു വരുന്നത്. CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എടുക്കുന്നു. ഈ പദ്ധതിയുമായി PM ശ്രീ പദ്ധതിയുമായി ഒരു പിന്നോട്ടില്ല, അതായത് ആ രീതിയിൽ മുന്നോട്ട് വെച്ച കാലിൽ നിന്ന് പിന്നോട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് CPIക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആശയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് അക്കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാം. അല്ലാതെ ഇങ്ങനെ മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് ഒരു കേന്ദ്ര പദ്ധതി, അതും 1500ഓളം കോടി രൂപ ലഭിക്കുന്ന ഒരു പദ്ധതി, നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പ് മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസ വകുപ്പും കൃഷി വകുപ്പും ഒക്കെ തന്നെ ഈ രീതിയിൽ വകുപ്പ് മാത്രം അറിഞ്ഞുകൊണ്ട് മന്ത്രിസഭയോ ക്യാബിനറ്റോ അല്ലെങ്കിൽ പാർട്ടിയോ ഒക്കെ തന്നെ അറിയാതെ ഈ രീതിയിൽ അത്തരം ഫണ്ടുകൾക്ക് വേണ്ടി കേന്ദ്ര ഫണ്ടിൽ ഒപ്പിട്ട നേരത്തെ തന്നെ ചരിത്രമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ PM ശ്രീ പദ്ധതിയിൽ നിന്നും പിന്നോട്ട് പോകേണ്ട ആശയപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ കൃത്യമായ മറുപടി അത് പാർട്ടി ഫോറങ്ങളിൽ പറയും. ഇനി പാർട്ടിക്കകത്ത് തന്നെ CPMനകത്ത് തന്നെ ഇത്തരത്തിൽ രാഷ്ട്രീയപരമായ വിശദീകരണം നൽകണമെങ്കിൽ അങ്ങനെയുള്ള രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ സംഘടിപ്പിച്ച് PM ശ്രീയെ സംബന്ധിച്ചുള്ള സംസ്ഥാനം എങ്ങനെ നടപ്പിലാക്കുന്നത് സംബന്ധിച്ചുള്ള ആശയ പ്രശ്നങ്ങളെ അത് സംബന്ധിച്ചുള്ള ഒരു പാർട്ടി വിശദീകരണ യോഗം നൽകാം. PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് CPM തീരുമാനിക്കുകയാണ്. പിന്നോട്ട് പോകാൻ കഴിയില്ല, കാരണം കരാർ പ്രകാരം അങ്ങനെ തന്നെയാണ്. നമ്മൾ അങ്ങോട്ട് ഒപ്പിട്ടതിന് ശേഷം പിന്നോട്ട് പോകാൻ പറഞ്ഞാൽ അത് നടക്കില്ല, നേരത്തെ അറിയാവുന്നതാണ്. അത് ഒഫീഷ്യലി ഒരു ഫോർമാലിറ്റി തീരുമാനിക്കുന്നുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.